ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കാനും കാസർഗോഡ് ജില്ലയിൽ 18 പുതിയ ബാച്ചുകൾ അങ്ങനെ മൊത്തം 138 ബാച്ചുകൾ അനുവദിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് UDF നടത്തിയ നിരന്തരമായ പോരാട്ടത്തിന്റെ വിജയമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകളും യുവജന വിദ്യാർത്ഥി സംഘടനകളും നടത്തിയ നിരന്തരമായ പോരാട്ടത്തിന്റെ പരിണതഫലമാണ് ഈ വിജയം. ഞങ്ങളിതിൽ പൂർണ്ണമായി തൃപ്തരല്ല. കാരണം മറ്റ് 2-3 ജില്ലകൾ, അതായത് ഏറ്റവും പ്രധാനമായി കോഴിക്കോട്, അതുപോലെ പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവിടെയും ധാരാളം കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ അവർക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി പോലും പഠിക്കാൻ അവസരം ഒരു കുട്ടിക്ക് പോലും നിഷേധിക്കപ്പെടരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആ ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ്. നീണ്ടുനിന്ന വളരെ ത്യാഗം സഹിച്ചുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും അവർക്ക് ജയിലും ലാത്തിചാർജും ഒക്കെ ഉണ്ടായി ദീർഘിച്ച സമരത്തിന്റെ വിജയം തന്നെയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ശരി, UDFന്റെയും വിദ്യാർത്ഥി സംഘടനകളുടെയും വിവിധ സംഘടനകളുടെയും ഒക്കെ ഈ ത്യാഗപൂർണമായ അവരുടെ പ്രയത്നത്തിന് റിസൾട്ടുണ്ടായി. ഗവൺമെന്റ് ഇപ്പോൾ 2 ജില്ലകളിൽ +2 ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അനുവദിച്ചു എന്നുള്ളതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അവർക്ക് ബോധ്യം വരേണ്ടതായിരുന്നു. മലബാറിലെ മൊത്തം ജില്ലകളിൽ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് എല്ലാ സ്ഥലത്തും പ്രോബ്ലമുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യം വരേണ്ടതായിരുന്നു. എല്ലാ കണക്കും വെച്ച് ഞങ്ങൾ ഗവൺമെന്റിനെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 300 അനുസരിച്ച് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഞാനും അതുപോലെ MLA-മാരും ഒക്കെ ആയിട്ട് കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ ഇനിയും അതിന് അവസരം ഉണ്ട്. നിങ്ങൾ എഴുതി തന്നാൽ കോഴിക്കോടും അതുപോലെ പാലക്കാടും ബോധ്യം വരുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കണം. കാരണം ഇത് കുട്ടികളുടെ പ്രശ്നമാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രശ്നമല്ല. ന്യായമായ ഒരു കാര്യമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മളിപ്പോൾ നിയമസഭയിലൊക്കെ ചർച്ച ചെയ്തു. നമ്മൾ ഉള്ള അവസരം തന്നെ അതിന്റെ ക്വാളിറ്റി കുറവും കാര്യമൊക്കെ ഇന്ന് ചർച്ചയായി. പക്ഷേ ചേരാൻ തന്നെ കഴിയാത്ത സ്ഥിതി വന്നാൽ ഈ +2നും മറ്റുമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ താഴെ പോകും, കുട്ടികൾ വഴിയാധാരാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ മറ്റ് ജില്ലകളിൽ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ കാര്യം കൂടി വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കണം എന്നാണ് ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏകദേശം ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം സർക്കാർ എടുത്ത നിലപാട് സീറ്റുകൾ ബാക്കി വരുമെന്ന്. 30% മാർജിനൽ ഇൻക്രീസ് കൊടുത്തിട്ടും പിന്നെയും മലപ്പുറം ജില്ലയിൽ 120 ബാച്ച് കൂടി അനുവദിക്കേണ്ടി വന്നു. ഈ 30% മാർജിനൽ ഇൻക്രീസ് ഒക്കെ താൽക്കാലികമായ സംവിധാനമോ, ഇതൊന്നും ശാശ്വതമല്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ 40 പേരിരിക്കേണ്ട ക്ലാസ്സിൽ 65-75 പേരിരിക്കുകയാണ് ഇപ്പോൾ. ഈ 30% മാർജിനൽ ഇൻക്രീസ്. ഇപ്പൊ സീറ്റ് ബാക്കി വരും എന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞത്, ഇല്ലേ? സീറ്റ് ബാക്കി വരും, എന്റെ ആവശ്യമില്ലെന്ന്. 30% മാർജിനൽ ഇൻക്രീസും കൊടുത്ത് 120 ബാച്ച് കൂടി മലപ്പുറം ജില്ലയിൽ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് സർക്കാരിന് ഇപ്പൊ ബോധ്യപ്പെട്ടു. കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും. മറ്റ് ജില്ലകളിലെ കൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇതിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനും കോമേഴ്സ് കോമ്പിനേഷനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ താൽക്കാലികമാണ് ഏർപ്പാട്. ലോങ് ടേമിൽ അടുത്ത വർഷം ഈ വിഷയം ഉണ്ടാകരുത്. സർക്കാർ മുൻകൂട്ടി പുതിയ ബാച്ചുകൾ അനുവദിക്കണം. പുതിയ ബാച്ചുകൾ, പുതിയ സീറ്റുകൾ കൂടണം. ഇത് 2-3 വർഷമായി നിരന്തരമായി ഞങ്ങൾ നിയമസഭ കൂടുമ്പോഴും പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അടുത്ത വർഷം ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. സയൻസ് ബാച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം.
ഇതിപ്പോ പല സ്ഥലത്ത് സയൻസ് ബാച്ചൊന്നും തുടങ്ങാനുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ എന്ത് സംവിധാനമുള്ളത്? അപ്പോൾ ലാഭമൊക്കെ വേണ്ടേ? അപ്പോൾ അടുത്ത വർഷം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അടുത്ത വർഷത്തെ തുടങ്ങുമ്പോൾ ഈ ഒരു കുറവ്, ഈ ഗ്യാപ്പ്, അതായത് പഠിക്കാൻ പ്രാപ്തരായ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം നേട്ടണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം കൂടി ഗവൺമെന്റ് പരിഗണിക്കണം. ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായി ഗവൺമെന്റ് സ്കൂളിൽ ഡിലേ കാര്യങ്ങളൊക്കെ വരും. ഓരോ ജില്ലയിലെ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ എയ്ഡഡ് അൺഎയ്ഡഡ് ഒക്കെ കൊടുത്താലും ഈ കുറവ് തീരൂല. പക്ഷെ ഞങ്ങളിപ്പോൾ അതൊരാവശ്യമായി പറയാത്ത വൈകിയ വേളയിൽ താൽക്കാലികമായി ഗവൺമെന്റ് കൊടുക്കുന്നെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസമാണല്ലോ എന്ന് കരുതി ഗവൺമെന്റ് പക്ഷെ സത്യത്തിൽ എയ്ഡഡും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുള്ളൂ. അല്ലാതെ പറഞ്ഞത് ഓരോ റിയാലിറ്റി കാണണ്ടേ നമ്മൾ. അവിടെ ധാരാളം എയ്ഡഡ് സ്കൂളുകളാണ്. എയ്ഡഡ് സ്കൂൾ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർന്നത്. സർക്കാർ സ്കൂളുകൾ കുറവായപ്പോൾ ആളുകളെ വിളിച്ചു വരുത്തി എയ്ഡഡ് സ്കൂൾ തുടങ്ങിപ്പിക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷെ ഇപ്പോഴാണ് എയ്ഡഡ് സ്കൂളിൽ കൊടുക്കുമ്പോൾ ഗവൺമെന്റിന് പല പ്രശ്നങ്ങളും നോക്കേണ്ടി വരുന്നത്. പക്ഷെ കൊടുത്താലേ പ്രശ്നം തീരുള്ളൂ, അതാണ് വിഷയം. എന്തായാലും ഈ ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നു. പരിമിതികൾ മനസ്സിലാക്കി ഗവൺമെന്റ് കൂടുതൽ ബാച്ചുകൾ കൊടുക്കണം, സ്ഥിരം പരിഹാരം ഉണ്ടാക്കണം, അതെല്ലാ മേഖലയിലും കൊടുക്കണം എന്നാണ്.